ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ബാർബിക്യൂ പ്ലാൻ ചെയ്ത് ഔട്ടിങ്ങിന് പോകാം. അപ്പം ബാക്കിയുള്ള എല്ലാവരും സാധനങ്ങൾ അടിച്ചു വയ്ക്കാൻ എൻ്റെ തിരക്കിലാണ്. കുറേ സാധനങ്ങൾ ലോഡ് ചെയ്തു. ഹലോ, എവിടെ അതൊക്കെ തുറന്നേ? ഇത്രയും സാധനങ്ങളുമായിട്ടാണ് ബാർബിക്യൂവിന് പോകുന്നത്. എന്താകും എന്നുള്ള സ്ഥിതി അറിയത്തില്ല. എന്തായാലും നോക്കാം. ഓക്കെ, ആദ്യത്തെ ട്രയൽ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെ വാങ്ങിച്ചേ പാത്തുവേ? ചിക്കൻ ടിക്ക ബാർബിക്യൂ ബോൺ ഉള്ളതായിട്ട് മാരിനേറ്റഡ് ചിക്കൻ, അത് കഴിഞ്ഞിട്ട് മാരിനേറ്റഡ് ബോൺലെസ് ചിക്കൻ, ഇതും ചിക്കൻ ടിക്ക എന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എരിയില്ലാതെ ലൈക് സല്ലൂന് വേണ്ടിയിട്ട് ബോൺലെസ് മാരിനേറ്റഡ് ചിക്കൻ. ഇതെന്ന് വെച്ചാൽ ഷവർമേര് ഇതൊക്കെ വെച്ചിട്ട് യോഗേർട്ടൊക്കെ വെച്ചിട്ട് മിക്സ്ഡ് ആയി. ഇത് കഴിച്ച് പിന്നെ വെള്ളക്കുപ്പി കഴിച്ച് ഹമൂസ്, മയണീസ്, കപ്പ്, ടിഷ്യൂ, പിന്നെ ഇത് ഫോയിൽ. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് ബാർബിക്യൂവിന് വേണ്ടി പോകുന്നത് മുഷ്രിഫ് പാർക്കിലാണ്. ഇതിൽ 2 എൻട്രൻസ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ എൻട്രൻസ്. നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അടുത്ത എൻട്രൻസ്, സെക്കൻഡ് എൻട്രൻസ് കൂടിയാണ്. സെക്കൻഡ് എൻട്രൻസ് കുറച്ച് ലെങ്തിയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ പേയ്മെൻറ്റ്സ് ആ ഒരു ഗേറ്റിലോട്ട് എത്താൻ വേണ്ടി. നിങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ പോകുന്ന സമയത്ത് ഈ സൈക്കിൾ ട്രാക്കിൽ കുറുകെ, റോഡിൻ്റെ കുറുകെ പോകുന്നുണ്ട്. അവിടെ എല്ലാം പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ചെയ്ത് 2 സൈഡിൽ നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുത്ത് പോവുക. പേയ്മെൻറ്റ് നോൾ കാർഡിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു വണ്ടിക്ക് 10 dirhams ആണ് നോൾ കാർഡിൽ അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈവനിങ് പോവുകയാണെങ്കിൽ 10:30 നിങ്ങൾ ഔട്ട് സൈഡ് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം നൈറ്റ് ലോങ് ഒരു ക്യാമ്പിങ് നിങ്ങൾക്ക് ഇവിടെ സാധ്യമല്ല. 10:30 നിങ്ങൾ പാക്ക് ചെയ്ത് തിരിച്ചിറങ്ങത്തക്ക രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പേയ്മെൻറ്റ് ചെയ്ത് നമ്മളകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്പോട്ട് എവിടെയാണോ അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഈ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തതെല്ലാം ലുലുവിനാണ്. നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലുലുവിൽ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചത്. കറക്റ്റ് പാകത്തിന് എല്ലാം അവർ കറക്റ്റ് മാരിനേറ്റ് ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെപ്പറേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫയർ ലിക്വിഡ്, ചാർക്കോള്, പിന്നെ മാച്ചസ്, അല്ലെങ്കിൽ ഫയർ ലൈറ്റേഴ്സ്. നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാർബിക്യൂ ചെയ്യുന്ന ഈ ഒരു ഇതിനകത്തോട്ട് ചാർക്കോൾ ഇട്ടതിന് ശേഷം അതിൽ നമ്മൾ ഈ ഫയർ ലൈറ്റർ ലിക്വിഡ് നമ്മൾ ഒഴിക്കണം. നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് തീ കത്തിക്കുക. നമ്മൾ മാച്ചസ് വെച്ചോ ഫയർ ലൈറ്റേഴ്സ് വെച്ചോ നല്ല രീതിയിൽ തീ കത്തിക്കുക. തീ കത്തി ആ ഒരു കനൽ പ്രോപ്പറായിട്ട് കത്തി വരുന്ന സമയത്ത് നിങ്ങളിത് യൂസ് ചെയ്യുക. ഇത് കണ്ടോ, ഒരു പ്ലക്കറിൻ്റെ പണി. ഞാൻ ചെറിയ പ്ലക്കറാണ് വാങ്ങിച്ചത്. നമുക്ക് ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത് കാരണം നമ്മൾ ആ ചൂട് കയ്യിലടിക്കുന്ന സമയത്ത് നമ്മൾ കൈ പെട്ടെന്ന് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു പ്ലക്കർ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ലോങ് പ്ലക്കർ വാങ്ങിക്കും. അത് നിങ്ങൾക്ക് മറിച്ചിടാൻ വേണ്ടി നല്ലൊരു ഇതായിരിക്കും. അതിനകത്ത് കിടക്കുന്ന കത്തിയ ചാർക്കോൾ അങ്ങോട്ടും മാറ്റിയിടാൻ വേണ്ടി നിങ്ങൾക്കതൊരു വലിയൊരു യൂസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ചാർക്കോൾ കത്തിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തു. ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ചാർക്കോൾ പ്രോപ്പർലി അത് കത്തി നിങ്ങൾക്ക് കനലെല്ലാം പ്രോപ്പറായിട്ട് കിട്ടും. നമ്മളുടെ ആദ്യത്തെ ക്യാമ്പിംഗ് ആണിത്. നല്ല രസമുണ്ട് കേട്ടോ. ഫസ്റ്റ് പോയിട്ട് 2 വണ്ടിയിൽ സാധനങ്ങൾ ഇട്ടിട്ട് മണം അടിച്ചിട്ട് വയ്യ. ഇതിന്റെ മണം ചിക്കൻ്റെ മണല്ലേ കണ്ടിട്ട് അതിന് ഇപ്പൊ എടുത്ത് കഴിക്കാനാണ് തോന്നുന്നത്. ആദ്യം നമ്മൾ കനൽ കൂടുതലായതുകൊണ്ട് നമ്മൾ ചിക്കൻ തന്നെയാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഇത് നമ്മൾ ചാർക്കോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഗ്രില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ആ ഒരു ചാർക്കോളിൻ്റെ ഫയർ പോകുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടുന്നുണ്ടായി.
പിന്നെ മക്കൾ രണ്ടുപേരും കൂടെ തന്നെ ഇരുന്ന് ബാക്കി ഇത് ഫുള്ള് എന്നെ ഹെൽപ്പിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരാൾ ലൈറ്റ് പിടിച്ച് തരിക, അല്ലെങ്കിൽ ഒരാൾ ക്യാമറ പിടിച്ച് തരിക. അവരെല്ലാം വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് അവരിതെല്ലാം മൊത്തവും ചെയ്തത്. കുട്ടികൾ വളരെ ഇതിൽ എൻജോയ് ചെയ്തു. അവർ ഈ ഒരു ഔട്ടിങ് വളരെ രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദുബായിൽ ഈ ടൈമിൽ നിങ്ങൾ പോകുന്ന സമയത്ത് സ്വെറ്ററും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുക. നൈറ്റ് ഓവർ സ്റ്റേ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നൈറ്റ് നല്ല തണുപ്പായിരുന്നു. ഫൈനലി നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബാർബിക്യൂ? കൊള്ളാമോ? ആ, നിനക്ക് ചെയ്യണോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.